ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ സുപ്രിയമേനോന്റെ പ്രൊഡക്ഷൻ, വിപിൻ ദാസിന്റെ ഡയറക്ഷൻ, ജയ 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 ഹേ സംവിധാനം ചെയ്ത വിപിൻ ദാസ്. ഇതിന്റെ റൈറ്റർ ദീപു പ്രദീപ്, കുഞ്ഞിരാമായണം എഴുതിയ ആളാണ്. അഭിനയിക്കുന്നത് പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര രാജൻ, നിഖില വിമൽ, ജഗദീഷ്, ബൈജു ഇന്നത്തെ കേസുകളിൽ ജസ്റ്റിസ് റോളിലൂടെ ഫേമസ് ആയ PP കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയ ഒരു വൻ താരനിര, ഒരു ഓൺസംബിൾ കാസ്റ്റ്. പക്ഷേ ജയ 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 ഹേ പോലെ ഒരു മികച്ച പടമല്ല, അതുപോലെ തന്നെ ഹാർട്ട് ഹിറ്റിംഗ് അല്ല. അതിലും ഒരു കോമഡി ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഹാർട്ട് ഹിറ്റിംഗ് ആയിരുന്നു. ഇതിനൊരു ഈസി ഗോയിങ് ഒരു റൂട്ടാണ് എടുത്തതെന്ന് തോന്നുന്നു. ഈസി ഗോയിങ് ഒരു പടം പോലെ എടുത്തതാണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ഒരു കോമഡി മസാലയാണ് എടുത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ അതും അങ്ങ് ഫലവത്തായില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന്. കാരണം ഇത്രയും നല്ല സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഇത്രയും മികച്ച കഴിവുള്ള കലാകാരന്മാർ അഭിനയിക്കുന്നു. ഇതൊരു വേറെ ലെവൽ പടം ആകാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ആയില്ല. എന്നും പറഞ്ഞുകൊണ്ടൊരു മോശം പടമാണെന്നല്ല, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ, എല്ലാവരുമായിട്ടൊക്കെ പോയി ടൈം പാസ് ചെയ്യാൻ, ചുമ്മാ ഒരു മസാല പോലെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഇത്രയും പേര് ഒരുമിച്ച് വരുമ്പോൾ പ്രതീക്ഷകൾ കൂടുമല്ലോ. അതുപോലെ തന്നെ ഇത്രയും പേര് ഒരുമിച്ച് വരുമ്പോൾ ഇത് വേറൊരു രീതിയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാമായിരുന്നു. ചിലപ്പോൾ ഇത് ബോക്സ് ഓഫീസ് ചിലപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ആവുമായിരിക്കാം. പക്ഷേ ഇതൊരു ജയ 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 ഹേ കണക്കുള്ള ഒരു മികച്ച ചലച്ചിത്രവും ആകാൻ സാധിക്കുമായിരുന്നു. അതിലാണ് എനിക്ക് സങ്കടം തോന്നിയത്. നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ ഇതൊരു മോശം പടവോ, അയ്യോ ഈ പടം കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും വരാൻ വഴിയില്ല. കാരണം അത്യാവശ്യം നമ്മൾ ചിരിക്കുകയും ഉറക്കെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ, പടത്തിന് തുടക്കത്തിലൊക്കെ രസകരമായിട്ടാണ് പടം പോകുന്നത്. രസകരമായ മുഹൂർത്തങ്ങളുള്ള ഒരു പടം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പൃഥ്വിരാജ് കോമഡി റോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും പുള്ളിക്ക് അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല പുള്ളി അഭിനയിക്കുമ്പോൾ ആ രംഗങ്ങൾ. പിന്നെ ആ തുടക്കം ഒരു ഒരു റെവല്യൂഷൻ, ഒരു സസ്പെൻസ് ഉണ്ട്. സസ്പെൻസ് തുടക്കം തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ആ റെവല്യൂഷൻ വരുന്നുണ്ട്. ആ റെവല്യൂഷൻ ഒരു ഉഗ്രൻ റെവല്യൂഷൻ തന്നെ ആയിരുന്നു. കാരണം അതൊരു ഞാൻ പ്രതീക്ഷിച്ചില്ല അത്. കാരണം അപ്പം എനിക്ക് തോന്നി ഇതൊരു ഉഗ്രൻ തീമാണല്ലോ, ഒരു ഉഗ്രൻ പ്രമൈസ് ആണല്ലോ എന്ന് തോന്നി പടത്തിന്. കാരണം അധികം പടങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നി ഇങ്ങനെ ഒരു തീം. അപ്പോൾ അത് കണ്ടപ്പോൾ കൂടുതലും പ്രതീക്ഷകൾ വീണ്ടും കൂടി, പ്രോമിസിങ് ആയിട്ട് തോന്നി. പക്ഷേ പടം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ഭയങ്കര ഫിസിൽ ഔട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നി, ഭയങ്കര വീക്കായി പോകുന്ന എനിക്ക് തോന്നി. പിന്നെ അനാവശ്യമായ കുറേ ക്യാരക്ടേഴ്സും, അനാവശ്യമായ ക്യാരക്ടേഴ്സിലൂടെ കുറച്ച് അമച്വർ അഭിനേതാക്കൾ വരികയും, അങ്ങനെ മൊത്തത്തിൽ കുറച്ച് അലമ്പായി എനിക്ക് തോന്നി അവസാനം അടുക്കും തോറും. പിന്നെ അവസാനമാകുമ്പോൾ നന്ദനത്തിൻ്റെ സ്പൂഫും അതൊക്കെ എന്തിനാണ് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ അടുത്ത് ഒരു ക്യാമിയോ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും പക്ഷേ ആ ക്യാമിയോ ആരായിരിക്കുമെന്ന്. അങ്ങനെ ക്യാമിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു ചുമ്മാ ഒരു രസത്തിന് പോയിരുന്ന് വേണമെങ്കിൽ കാണാം എന്നേ ഉള്ളൂ. അല്ലാതെ അത് ഞാൻ പറഞ്ഞ വേറൊരു രീതിയിലുള്ളൊരു, ശരിക്കും ഒരു നല്ല പടങ്ങളിൽ, ഇപ്പം പ്രേമലു കണക്കോ, പ്രേമലു വേറൊരു തീമും വേറൊരു ലെവൽ പടമാണെങ്കിലും പ്രേമലു കണക്ക് എൻജോയബിൾ ആയിട്ടുള്ളൊരു മൂവി ആകാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാമായിരുന്നു. ഇതൊരു ബോക്സ് ഓഫീസിൽ അത്ര വലിയ ഹിറ്റ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. സോ ടോട്ടൽ ഒരു ആവറേജ്, ഒരു ഓവറോൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റിൽ ഒരു ആവറേജ് എഫറായിട്ട് തോന്നി. സോ ഐ എം ഗോയിങ് വിത്ത് 3 out of 5 ഫോർ ഗുരുവായൂർ അമ്പലനടയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.